എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബ്രഹ്മമുഹൂർത്ത പ്രാർത്ഥന. ബ്രഹ്മമുഹൂർത്തം എന്നുള്ള ഒരു ടൈം നമുക്കറിയാം ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സമയങ്ങളിലൊന്നാണ്. നിങ്ങൾ ബാക്കി എല്ലാ വിശ്വാസ പ്രമാണങ്ങളും എടുത്തു കളഞ്ഞാലും നിങ്ങളതൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയം എന്താണ് സത്യത്തിൽ? വളരെ ശാന്തമായിട്ടുള്ളൊരു സമയമാണ്. ആൾക്കാരൊക്കെ എണീറ്റ് വരുന്നതേ ഉള്ളൂ അല്ലേ? മിക്കവരും എണീറ്റ് വരുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് രാത്രി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സമയമാണോ? രാത്രിയിൽ ഇപ്പോൾ ഫുള്ള് ബഹളമാണ്. ആൾക്കാർ കിടന്നുറങ്ങുന്നത് 3 മണിക്കാണ്, അല്ലെ 2 മണിക്കാണ്, 3:30-ക്കാണ്, 4 മണിക്കാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന ഈ സമയം അത് പല സ്ഥലത്തും പല സമയമാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വിശദമായിട്ട്, എന്താണ് ബ്രഹ്മമുഹൂർത്തം എന്നുള്ളത്. ഈ ബ്രഹ്മമുഹൂർത്ത സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങളിത് പൂർണ്ണമായിട്ട് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ ആ ഒരു യഥാർത്ഥ എസൻസ് മനസ്സിലാവും. അല്ലാതെ നമ്മളിങ്ങനെ ഓടിച്ചു വിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് മനസ്സിലാവില്ല. ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങളിത് പൂർണ്ണമായിട്ട് കേൾക്കുക. ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത് നമ്മൾ രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? രാത്രി കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ്. നമ്മൾ ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞാൻ 2 മണിക്ക് ഉറങ്ങും, 5 മണിക്ക് എണീക്കും, അല്ലെ 6 മണിക്ക് എണീക്കും. അതെങ്ങനെയാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമാവുക? 2 മണിക്ക് ഉറങ്ങുന്ന ഒരാൾ രാവിലെ എണീക്കുമ്പം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇരുന്ന് ഉറങ്ങുമായിരിക്കും. അവർക്ക് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ബോധം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ അതിരാവിലെ എഴുന്നേൽക്കണമെങ്കിൽ നിങ്ങളിപ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് ഞാനിപ്പോൾ പറയുന്നെങ്കിലും ഈ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ ഓരോ സമയവും ഓരോ ഇത് നോക്കിയൊന്നും ഇരിക്കേണ്ട. ഒരു അതിരാവിലെ എഴുന്നേൽക്കുക, മനസ്സിലായോ? അതിരാവിലെ എഴുന്നേൽക്കുക. നിങ്ങൾക്ക് അങ്ങനെ അത്രയും വലിയ ഇതായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അതിരാവിലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് ഒരു 4 മണി, 5 മണി, 6 മണിക്കൊക്കെ എഴുന്നേക്കാം. അതിനപ്പുറത്തോട്ട് പോകുന്ന അത്ര ആൾക്കാരൊക്കെ എഴുന്നേറ്റ് തുടങ്ങുന്ന സമയമല്ലേ. അപ്പോൾ ബ്രഹ്മമുഹൂർത്ത സമയം നോക്കുകയാണെങ്കിൽ അതിൻ്റെ അങ്ങനെ ചിട്ടയോടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു സമയം വളരെ വളരെ എന്താ പറയുക, പവർഫുൾ ആയിട്ടുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് പറയുന്നത്. ഈവൻ ആയുർവേദത്തിൻ്റെ അഷ്ടാംഗ ഹൃദയത്തിൽ പോലും ബ്രഹ്മമുഹൂർത്തത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എഴുന്നേറ്റതിന് ശേഷം, നേരത്തെ കിടന്നുറങ്ങി എഴുന്നേറ്റതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാലും മുഖവും ഒന്ന് കഴുകുക. കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുളിക്കുക. ഓരോരുത്തരുടെ ആരോഗ്യ അവസ്ഥ അനുസരിച്ചാണ് അല്ലേ. രാവിലെ എണീറ്റ് കുളിക്കാനൊക്കെ പറ്റാത്തവരുണ്ടാവാം അല്ലേ. അപ്പോൾ അത് നിങ്ങളനുസരിച്ച് നോക്കി ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെള്ളം ഒരു ശുദ്ധി ചെയ്യുക. മുഖം, കൈകൾ, കാലുകൾ ഇത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ശുദ്ധമാക്കിയതിന് ശേഷം നിങ്ങളുടെ പ്രയർ റൂം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നല്ല ഒരു സ്ഥലം വീട്ടിലുണ്ടെങ്കിൽ, പവിത്രമായിട്ടുള്ളൊരു ഗാർഡൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം, നിങ്ങളവിടെ വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ വിളക്ക് കത്തിക്കുക, ക്യാൻഡിൽ കത്തിക്കുന്നവരാണെങ്കിൽ ക്യാൻഡിൽ കത്തിക്കുക. ജസ്റ്റ് ഒന്നും കത്തിക്കാത്തവരാണ് ജസ്റ്റ് ഒരു ലൈറ്റ് ഇടുക. വെറുതെ ഒരു ലൈറ്റ് ഇടുക. ആ ഒരു സ്ഥലത്ത് ഒരു ലൈറ്റ്, ഒരു ചെറിയൊരു പ്രകാശം. ഈ പ്രകാശം ഇട്ടതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് അവിടെ ഇരിക്കുക. ഇരുന്നതിന് ശേഷം ആദ്യം കുറച്ച് നേരം നിങ്ങൾ ഡീപ്പായിട്ട് ബ്രീത് ചെയ്യുക എന്ന് വെച്ചാൽ ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വളരെ സാവധാനം, വളരെ ദീർഘമായിട്ട് വയറിലൂടെ ശ്വാസം എടുക്കുക. അതായത് ശ്വാസം എടുക്കുമ്പോൾ വയർ ഉയർന്നു വരണം, മനസ്സിലായില്ലേ? അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ഒരു എഫക്റ്റ് വരാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ വൂ എന്ന സൗണ്ട് ചാൻറ്റ് ചെയ്യുക. വൂ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എക്സെയിൽ ചെയ്യുമ്പോൾ വൂ വയറിലേക്ക് ശ്രദ്ധിക്കുക. ഇൻഹെയിൽ ചെയ്യുക. എക്സെയിൽ ചെയ്യുമ്പോൾ വൂ. ഇതൊരു 2 മിനിറ്റ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം കണ്ണുകൾ അടച്ചിരിക്കുക. ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് കണ്ണുകൾ അടച്ചിരുന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനെ വിളിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഈശ്വരനുണ്ട് എന്ന് ശക്തമായി സങ്കല്പിക്കുക. സങ്കല്പമൊന്നുമല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ഈശ്വരനുണ്ട്. നിങ്ങൾ ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ആ ഹൃദയത്തിൽ
വിശ്വാസമല്ല, ആ ഒരു ബോധ്യത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഈശ്വരനെ കണ്ട് ഈശ്വരനോട് സംസാരിക്കാം. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്? നിങ്ങളുടെ എല്ലാ പ്രോബ്ലവും പറയുക ഈശ്വരനോട്. നിങ്ങൾക്ക് ഒരു കോൺവെർസേഷൻ, നിങ്ങൾക്ക് വളരെ വിഷമിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് എങ്ങനെയാണ് സംസാരിക്കുന്നത്? പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് സംസാരിക്കുന്നത്, എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, അത് മാറിയതിന് നന്ദി, ഇങ്ങനെയാണോ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നത്? അല്ലല്ലോ. ഫ്രണ്ടിൻ്റെ അടുത്ത് ഉള്ളു തുറന്ന് എനിക്ക് വിഷമമാണ്, അതാണ് ഇതാണ് അല്ലേ, അങ്ങനെയല്ലേ പറയുക? അതേപോലെ നിങ്ങളുടെ ദൈവത്തിനോട് നിങ്ങളെങ്ങനെയാണോ ഒരു സുഹൃത്തിനോട്, നിങ്ങളുടെ അമ്മയോട് കോൺവെർസേഷൻ ചെയ്യുന്നത്, അതേപോലെ പറയുക. എന്താ പറയുക, ഒരു മറയുമില്ലാതെ പറയാം. ഭയമൊന്നും ആവശ്യമില്ല. എന്താണ് ജീസസ് പറഞ്ഞിട്ടുള്ളത് ദൈവത്തിനെക്കുറിച്ച്? ദൈവം സ്നേഹമാണ്. എന്താണ് ഖുർആനിൽ ദൈവത്തിനെക്കുറിച്ച് പറയുന്നത്? ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ദൈവം ഏറ്റവും കമ്പാഷനേറ്റും ഏറ്റവും മേഴ്സിഫുള്ളും ആയിട്ടുള്ള ആളാണ് അല്ലേ? എന്താണ് ശ്രീകൃഷ്ണൻ പറയുന്നത്, ഗീതയിൽ പറയുന്നത് അല്ലേ? ഇതെല്ലാം ഒരേ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത്രയും കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളും ഇല്ല. അപ്പോൾ ആ എനർജിയോട് പറയുക, ഫീൽ ചെയ്ത് പറയുക, എനിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട്, ഇതൊക്കെയാണ് എൻ്റെ പ്രോബ്ലം. പക്ഷേ ഇത് പറയുന്നതിന് മുമ്പ് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ദൈവത്തിന് ഇത്രയും നാൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടില്ലേ, ഒരുപാട് നന്മകൾ എൻ്റെ ജീവിതത്തിലുണ്ട്, അതിനൊക്കെ ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഒന്ന് ഗ്രേറ്റ്ഫുൾ ആവുക. ഗ്രാറ്റിറ്റ്യൂഡ് വളരെ ചുമ്മാ എനിക്കത് തന്നതിന് നന്ദി, ഇത് തന്നതിന് നന്ദി, ഇങ്ങനെയല്ല പറയണ്ടേ. വളരെ ഫീൽ ചെയ്ത് പറയുക. എനിക്ക് നല്ല മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു അമ്മയും അച്ഛനെയും തന്നതിന് നന്ദി, അങ്ങനെയുള്ള അമ്മയും അച്ഛനാണെങ്കിൽ ഓക്കെ. അതേപോലെ നിങ്ങൾക്ക് എന്താണോ ജീവിതത്തിൽ നന്മ ആയിട്ടുള്ളത് അതിനെല്ലാം നല്ലത് പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞത് ചെയ്യേണ്ടത്. അതിനുശേഷം എന്താണോ നിങ്ങളുടെ ആഗ്രഹം? ദൈവമേ, ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അബണ്ടൻസ് ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ്. എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ അങ്ങയുടെ കാൽക്കൽ വെക്കുകയാണ്. ഈ കാൽക്കൽ എന്ന് പറയുമ്പോൾ അതൊരു സങ്കല്പമാണ്. നിങ്ങളിപ്പോൾ രൂപമില്ലാത്ത ഒരു ഈശ്വരനെയാണ് നിങ്ങൾ സങ്കല്പിക്കുന്നതെങ്കിൽ ഒരു ഭാവമാണ്. ഞാൻ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ കാൽക്കൽ സമർപ്പിക്കുന്നു, എനിക്ക് അഭിവൃദ്ധി ഉണ്ടാക്കി തരണമേ. ഇത്രയും പറഞ്ഞതിന് ശേഷം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് വിഷ്വലൈസ് ചെയ്യുക. വളരെ നിങ്ങൾക്ക് ഇത് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സന്തോഷം വരും, അത് വേറെ കാര്യം. സന്തോഷത്തോടു കൂടി ആ ഒരു സമർപ്പണ ഭാവം ഫീൽ ചെയ്ത് വിളിക്കണം ദൈവത്തിനെ. ഹൃദയത്തിൽ നിന്ന് ഫീൽ ചെയ്ത് ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കുന്നു, അതിനെല്ലാം ശുദ്ധീകരിക്കണമേ, അതിനെ എല്ലാം പവിത്രീകരിക്കണമേ. ഇങ്ങനെ പറയാം. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. ഇതുവരെ ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അതിനുശേഷം വീണ്ടും നന്ദി പറയുക. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതിന് ഒരുപാട് നന്ദി പറയുക. ഒരു മറയില്ലാതെ ഇങ്ങനെ ദൈവത്തിനോട് എല്ലാ ദിവസവും അതിരാവിലെ എണീറ്റ് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് വേറെ ഒരു ടെക്നിക്കും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഈശ്വരനുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ. ഇതൊന്ന് ചെയ്തു നോക്കൂ. ഇത് ചെയ്തു നോക്കിയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും, യാതൊരു സംശയമില്ല. നിങ്ങളെല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നതായിട്ട്. ഡെഡിക്കേഷനോട് കൂടി ചെയ്യുക, ഒരു ആചാരം പോലെ ചെയ്യരുത്. ദൈവത്തിനെ പേടിയോടുകൂടി കാണരുത്. സ്നേഹമാണ്, സ്നേഹത്തോടു കൂടി കാണാം. സ്നേഹവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. എന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്ക് അന്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കാണ് അതിൻ്റെ ഫലം ഉണ്ടാവുക. ഇതും കൂടെ ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ പെർഫെക്റ്റായി കഴിഞ്ഞു. ജസ്റ്റ് ഇത്രയും ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് കിടക്കാം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ചിലവർ കിടന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ വീണ്ടും ഇനി ചിലപ്പോൾ വീട്ടിൽ അതിൻ്റെ പേരിൽ ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാവാതിരിക്കണം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കിടക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് നേരം ഇരിക്കുക, സൈലൻ്റായിട്ടിരിക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് നന്മയുള്ളത് എല്ലാം നിങ്ങളിലേക്ക് വരും. അതല്ലേ നല്ലത്?
അപ്പോൾ ആ ദൈവവുമായിട്ടുള്ള അതിനേക്കാളെല്ലാം ഉപരി എന്താണ്, ആ ദൈവവുമായിട്ടുള്ള കണക്ഷൻ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കൂടും. സറണ്ടർ ഭാവം ഉണ്ടാവും. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാർട്ടിങ് സ്റ്റേജാണ്. അതിൻ്റെ ഉയർന്നു വരണം. അതാണ് ലോ ഓഫ് സറണ്ടർ. അതുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. യു വിൽ ഹാവ്, നിങ്ങൾക്ക് ഡയറക്റ്റ് കണക്ഷൻ ഈശ്വരനുമായിട്ടുണ്ടാവും. അതിലേക്കാളും ഉപരിയായിട്ട് എന്തെങ്കിലും അത്ഭുതം ജീവിതത്തിൽ സംഭവിക്കേണ്ടതുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലാസ്സസ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നിങ്ങളതിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ അതിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.